നിങ്ങളെന്താ ഇവിടെ കാട്ടണ്? ഞാനേ കൊറച്ച് ചുള്ളലുണ്ടായിന്, അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വെട്ടിങ്ങാണ്ട് അരുവക്ക് എടുത്തിടുക. ഞാൻ അഥവാ മഴ പെയ്താലേ ഒക്കെ നഞ്ഞ് പിണ്ടിയാവും. എന്തിയെ? ഒന്നുമല്ല. അല്ല അമ്മന്ന് എന്താ നോമ്പാക്കുമ്പോത്തിന്? എന്നും ഉണ്ടാക്കണതന്നെയല്ല, അപ്പൊ വേറെന്തപ്പ ഉണ്ടാക്കുക? എല്ലാ പെരയിലും എല്ലേ ഉണ്ടാവും, ഇവിടെ മാത്രം എന്നും ഒരു ദോശയും ചട്നി തിന്ന് തിന്ന് മടുത്ത്. ഇവിടെ വേറെ എന്താ ഉള്ളത്? ആ ഒരു ദോശ ഉണ്ടാക്കണം. ഉപ്പാനോടൊന്ന് എന്തേലും കൊടുന്നേരാൻ പറഞ്ഞൂടെ? നല്ല ആളോടാ ഞാൻ പറയുന്നത്. ഈ നേരം വെളുത്ത പണിക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ട് വൈകുന്നേരം ആവുമ്പോ മൂക്ക് മുട്ട കള്ളും കുടിച്ചാണ്ട് കേറി വരും. ആ ആളോടല്ല ഞാൻ സാധനം കൊണ്ടാൻ പറയുന്നത്. ഇജ്ജ് പോയിട്ടേ ആ പോക്കരാക്കാന്റെ പീടിയെ പോയിട്ടേ ഒരു പാക്കറ്റ് അരിപ്പൊടി വാങ്ങിയിട്ടു ആയോ? ഇക്കൊന്നും വെച്ച അവിടെ നിറച്ച ആണുങ്ങൾ ഇക്കാരം. എനിക്ക് മടിയാണ് പോവാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മടെ കുട്ടി ചെല്ലി ആ പോയിക്കോളാം. പാവം എന്റെ കുട്ടിക്ക് ഒന്നും തിന്നാനില്ല. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പെടുത്താണ്ട് വൈകുന്നേരം ആകുമ്പോത്തിന് ഒന്നുമില്ല. പാവം. ഉമ്മ ആ ഇജ്ജ് പോയി എന്നോടെ പൊടി അവിടുത്തെ പറ്റ് കൊടുത്തിട്ടില്ല എന്നാ പോക്കരാക്ക പറഞ്ഞത്. പൈസ ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് കൊടുത്തതേന്നല്ലോ പറ്റ് തീർക്കാനുള്ളെ. 500 ഉറുപ്യ കൊണ്ടുപോകും ചെയ്തിക്കണ്. എന്നാ ഇപ്പൊ അത് കൊടുത്തിട്ടുണ്ടാവൂല, അതായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടാവും. ആ അതന്നെ കാരണം അത് കൊടുത്തിട്ടുണ്ടാവൂല. എന്നിട്ട് ഇപ്പൊ പോക്കരാക്ക ഇപ്പൊ എന്താ പറഞ്ഞേ? പറ്റ് തീർത്തിട്ട് തരാ സാധനം എന്നാ പറഞ്ഞത്. എന്റെ റബ്ബേ, ഇനിയിപ്പൊ ഞാൻ എന്താ വൈകുന്നേരത്ത് കാട്ടുക? ഇക്കാണെങ്കിൽ ഓരോരുത്തര് തരുന്ന പൈസയാണ്, അതേറ്റാണ് ഇപ്പൊ ഇവിടെ ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോണത്. ഇനി എന്താ ഞാൻ കാട്ടുക? വരുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴും കള്ളുടിച്ചിട്ടാ വന്നിക്കെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പാണ്ട് പോണ്ട. ഇപ്പൊ എന്തേലും കാട്ടിയാലോ? പേടിയാണ്. ഞാൻ പോയോ കെട്ടമ്മാടെ കുട്ടി ഇവിടെ നിക്ക്, അല്ലെങ്കിൽ ആ വിളി നിർത്തൂല. എന്താ നിങ്ങക്ക് വേണ്ടത്? ഒരു 100 ഉറുപ്പ്യന്റെ അടുത്തൊക്കെ ഒരാവശ്യമുണ്ട്. ഇന്റെ അടുത്ത് 100 ഉറുപ്പ്യ പോയിട്ടേ 10 പൈസ എടുക്കാനില്ല. നിങ്ങൾ ഞാൻ കടയിലേക്ക് പറ്റി തീർക്കാൻ വന്ന പൈസ നിങ്ങൾ കള്ളുടിച്ചില്ലേ? ഞാനൊന്നും എടുത്തിട്ടില്ല എന്റെ പൈസ. നിങ്ങൾ എടുത്തിട്ടില്ല. എന്തൊരു മനുഷ്യനാണ്. നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ, നിങ്ങൾ അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണ? അതിന് നോമ്പാണല്ലോ. ഞാൻ ഈ വൈകുന്നേരത്ത് എന്താ അതിനെ ഉണ്ടാക്കി കൊടുക്കുക? മതിയായി നിക്ക്. എന്നും ഈ ഒരു കള്ളുടി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി ആ ഒരു കുട്ടീനെ ഒന്ന് കൊന്നുതരുവോ? ഞാൻ ചെലപ്പോ അത് ചെയ്തു വരും. എന്റെ പണി എന്താച്ചാ നോക്ക്. മോളെ, നമ്മള് ഇതുവരെ ആർക്കും ഉണ്ടാവൂല. ഈ പുണ്യമാസത്തിലും എന്റെ ഉപ്പ കാട്ടുന്നത് കണ്ടില്ലേ? എല്ലാ പേരയിലും നോമ്പറക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇവിടെ മാത്രം ഒന്നുമില്ല. ഇത്രയും ദിവസം ഉമ്മാക്ക് കിട്ടിയായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പൊ അവൻ കഴിഞ്ഞിക്കണ്. ഇനി എന്താ നമ്മള് കാട്ടുക? ഒക്കെ ശരിയാവും ഉമ്മ. നമുക്ക് പഠിച്ചവനോട് പറയാം. ഉമ്മാടെ കുട്ടിക്ക് ഉമ്മാനോട് ഒരു വെറുപ്പൊന്നും തോന്നരുതിട്ടാ. ഉമ്മാനെ കൊണ്ട് ഒരു നിവർത്തി ഇല്ലാത്തോണ്ടാണ്. മോളെ സാജിദ, സാജിദ. ആ സൈനാത്ത,
ഇമ്മ എവിടെടി? ഇമ്മാനെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഇമ്മ ഒത്തുണ്ട്, നിങ്ങൾ കേറിയരി. ആ ഞാൻ ഞാനേ എന്നാലും ഇമ്മാനൊന്ന് കാണട്ടെ പോയിട്ടാ. ആ എന്താണ് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്? ഒന്നുമില്ല, ഞങ്ങൾ ഇരിക്കി. എന്താ എന്റെ കണ്ണും മോറൊക്കെ ഒരുചായി അയക്കണ്? എന്താണ് പറ്റി? ഇത് കരഞ്ഞിക്കണാ? എന്ത് പറയാനോ, മനുഷ്യന്മാർക്ക് ഒരു മനസമാധാനം എന്ന് അറിഞ്ഞില്ല. ഓളപ്പ എന്നും കള്ളുടിച്ച് വന്നുകാണ്ട് തിരക്കൂടലാണ്. ഒരു സ്വൈര്യ സ്വസ്ഥതയില്ല. നിങ്ങൾക്കറിയോ, ഈ പെരന്റെ ഉള്ളിൽ ഒരു മുതലും ഇല്ല. നോമ്പായിട്ട് ഒരു സാധനം ആരെങ്കിലും എന്തെങ്കിലും തന്നെങ്കിൽ മാത്രം അത് ഉണ്ടാവും. ഇപ്പൊക്ക് പണിയില്ലല്ലോ, അപ്പൊ ഒരു മുതലും ഇല്ല പെരന്റെ ഉള്ളിൽ. പീടിയെന്നാണെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങാൻ പെണ്ണിനെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോ ഓല് പറഞ്ഞ എന്താ വെച്ചാല് പറ്റു തീർക്കാതെ സാധനം തരൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ തലേ ദിവസം പറ്റു തീർക്കാൻ വേണ്ടിട്ട് ഓളപ്പാന്റെ കജ്ജില് ഞാൻ പൈസ കൊടുത്തായിരുന്നു. 500 ഉറുപ്പ്യം കൊണ്ടുപോയിക്കണം. ആകെ 300 ചില്ലറ എന്തോ ഉള്ളു സാധനത്തിന്. 500 ഉറുപ്പ്യം കൊടുത്തയച്ചു. അതും കൊടുത്തിട്ടില്ല, അതേറ്റവും കള്ളുടിച്ചിരിക്കണം. ഇത്ര ഒരു ഇടങ്ങറക്കും എന്റെ കുട്ടിക്കും മാത്രം ഉണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ ഞാൻ നോക്കണ്ട, എന്റെ കുട്ടിക്ക് നോമ്പാണ്. നേരെ വൈകുന്നേരം ആവുമ്പോ ഞാൻ എന്താ അതിന് ഉണ്ടാക്കി കൊടുക്കാന്ന് ഒരു പുറത്തുമില്ല. അതാലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒക്കെ ശരിയാവൂടി. ഈ പുണ്യമാസത്തിന്റെ ബർക്കത്തോണ്ട് ചെലപ്പോ എന്റെ മാപ്പിള നന്നാവും, ഉറപ്പാണ്. ഓൾക്ക് നല്ല ബുദ്ധി പഠിച്ചോൻ കൊടുക്കട്ടെ. അല്ല, നിങ്ങൾ എന്തിപ്പോ വന്ന്? ഞാൻ ഇങ്ങോട്ട് ചോദിക്കാൻ മറന്നിക്കണ്. ഞാൻ എന്റെ സങ്കടം പറിച്ചില്ലല്ലേ. നിങ്ങൾ എന്താ വന്ന്? ഞാനെടി ഈ പൈസ ഏറ്റു വന്നതാണ്. ഇന്ന് 17 രാവിലെ പൈസ കൊടുക്കല്. ഇപ്രാവശ്യം ചെക്കൻ പൈസ അയക്കാൻ നേരം വെക്കി. അപ്പൊ അതേറ്റ് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇജി ഈ പൈസ ഏറ്റേ പെണ്ണിന് എന്തേലും വാങ്ങി കൊടുക്ക്. അല്ലെങ്കിൽ ജിന്ന് അങ്ങോട്ട് നോമ്പറക്കാൻ പോരെ ഓളയും കൂട്ടിങ്ങാണ്ട്? നോമ്പറക്കാനൊന്നും വരൂലെന്നു. ഇപ്പൊ ഇവിടത്തെ പണിയോളന്നെ കേട്ടിയാ. ഇനിയിപ്പോ ആ പൈസ ആയിട്ട് എന്തേലും പെണ്ണിന് ഉണ്ടാക്കി കൊടുക്ക, എന്തേലും ചെയ്യാം. എന്നാ എന്നാലും ഞാനാണ് പോട്ടെ എന്നാലിട്ടാ. ഒക്കെ ശരിയാവും. എന്നാ ശരി, എന്നക്ക് കൊറേ പണികളുണ്ട്. എന്നായിക്കോട്ടെ. പടച്ചോനെ, ഒരു വഴിയില്ലെങ്കിൽ ഒരു വഴി പടച്ചോൻ തുറന്നിരുന്നുണ്ടല്ലോ. അതിന് വലിയൊരു ഹൈറാണ്. എന്റെ കുട്ടിക്ക് എന്തേലും വാങ്ങിക്കൊടുക്കണം. ഓള് തുടങ്ങി ഓള് ഒലക്കേത്ത ഒരു പഠിപ്പ്. ഈ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലടി. ഈ ഒന്നും ജയിക്കാൻ പോണില്ല. എന്തിനാണ് ഇപ്പൊ നിങ്ങള് ഞങ്ങളെങ്ങനെ ദ്രോഹിക്കണത്? എന്ത് തെറ്റാ ഞാനും നിങ്ങളെ ചെയ്തത്? നിങ്ങൾക്ക് ഈ 4 നേരം പോലെ വെച്ച് വിളമ്പി തരുന്നതാ? അതാണ് ഞങ്ങൾ ചെയ്തത്. ആ കാണാനൊക്കെ സത്യം പറഞ്ഞപ്പോ പേടിയാണ്. എല്ലാ കുട്ടികളും പോലെ ഇക്കൂല്ലപ്പ ആഗ്രഹങ്ങളൊക്കെ. എല്ലാ പേരേലും നോമ്പറക്കാനും, നോമ്പറക്കാനല്ല എല്ലേനും ഒലപ്പാര് സാധനങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോഴും കാണുമ്പോ എത്ര പൂതി ഉണ്ടെന്ന് അറിയാം നിങ്ങക്ക്. വേണ്ട, ഒന്നും കൊണ്ടണ്ട. എന്നാലും ഉണ്ടല്ലോ ഒപ്പം ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്ക. അങ്ങനെ ഇരുന്ന കാലം മറന്നില്ലേ? എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കള്ളുടിച്ചിട്ട് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുക? ഏത് നേരം കള്ളുടിച്ച് വന്നുകാണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇന്ന ഇമ്മാനെയും കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? ഇത്ര പൂതി ഉണ്ട് നിങ്ങളെ കൂടെ നല്ലപോലെ ഒന്ന് ജീവിക്കാന്. എല്ലാരും ഇടയിലും നാണം കെട്ടിട്ടും ഒക്കെ മതിയായിക്കണ്. എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? മോളോ? അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് അറിയോ? അങ്ങനെ വിളിച്ച് കേക്കാൻ കൊറേ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ എല്ലാതുകൊണ്ടും ഒരു വെറുപ്പയക്കണ എനിക്ക്. ഒന്ന് ഞങ്ങൾ രണ്ടാളും കൂടി കൊന്നു തന്നൂടെ നിങ്ങക്ക്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേക്കായും ഭേദം അതാണ് നല്ലത്. സ്വയം മരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ നരകിച്ച് ജീവിക്കണത്.
ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്ന് നന്നായി കൂടെപ്പാ. ഈ മാസത്തിൽ നിങ്ങൾ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ നന്നാവൂല. കൊറേ ആയി ഇത് പറയണം എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കൽ തുടങ്ങിയിട്ട്. പേടിയെന്ന് അന്നൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ. ആ പേടിയില്ല. കാരണം എന്താന്നറിയോ, ഇപ്പൊ ഞങ്ങൾ ഒറ്റക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജീവിതമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജീവിതം. അപ്പൊ പറയണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഖദീജ, ഖദീജ, എന്തേ? പിന്നെ ഇത് കുറച്ച് ബിരിയാണിന്റെ കുറച്ച് സാധനങ്ങളാണ്, ഇതാണ് കൊണ്ടുവച്ച. എന്ത് ഞാൻ ഈ കാണുന്നത്? എന്റെ കുട്ടി കാരനാണല്ലോ ഇപ്പൊ നിങ്ങൾ ഈ നന്നായത്. പിന്നെ പടച്ചോന്റെ ഒരു ഈ പുണ്യമാസത്തിന്റെ ബർക്കത്തോണ്ട് ശരിയാവും എന്നുള്ളത് എല്ലാരും പറഞ്ഞിന്. ഇപ്പൊക്കെ സന്തോഷായി. കരയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? അത് കൊണ്ടുവച്ചിട്ടേ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയില്ല. ഞങ്ങക്ക് നോക്കിട്ട് ഇങ്ങനെ കരയാൻ നിക്കണ്ട. പിന്നെ മോളെ, നമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് തിന്നട്ടാ. പിന്നെ ഇപ്പൊ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കൂല. എനിക്ക് എല്ലാതും മനസ്സിലായിക്കണ്.